പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ 2-2.5 വർഷമായി ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകളൊക്കെയും ഒരുപക്ഷെ തിരുവചനം എന്താണ്, അല്ലെങ്കിൽ തിരുവചനത്തിൻ്റെ ഉപദേശത്തിൽ നിന്നും എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ദൈവവചനത്തെ നമ്മൾ തരംതിരിച്ച് പഠിക്കുകയും റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒരു ബൈബിൾ ക്ലാസ് പോലെയാണ് കൂടുതലായി നമ്മൾ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് വളരെ അനുഗ്രഹമാണ്. എന്നാൽ നമുക്കറിയാം, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വചനം പഠിക്കുവാനുള്ള താല്പര്യം അധികം ആളുകൾക്കില്ല. മറിച്ച് ജീവിതത്തിൻ്റെ ഓരോ ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അല്പം ആശ്വാസം തേടി വരുന്നവരാ എല്ലാ പ്രിയപ്പെട്ടവരും, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു 100 പേര് സഭയിൽ വന്നു കഴിഞ്ഞാൽ 95 പേർക്കും ആവശ്യഭാരങ്ങളോട് കൂടിയാണ് കടന്നു വരുന്നത്. ഒരു 5 പേരുണ്ടാകും വചനം എന്തെന്ന് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം തിരഞ്ഞ് മുന്നോട്ട് പോകുന്ന കുറച്ച് പേരെ കാണുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഞായറാഴ്ചകളിൽ പ്രസംഗിക്കുന്ന പ്രസംഗവും അല്ലെങ്കിൽ നമ്മുടെ ബൈബിൾ ക്ലാസ്സിലൊക്കെയും വചനത്തിൽ നിന്ന് തന്നെയാണ് എടുത്തെപ്പോഴും സംസാരിക്കുക, അല്ലേ? എന്നാൽ ഇന്ന് ഒരല്പം വ്യത്യാസമായി നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു ദൈവത്തെ നമുക്ക് രുചിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ, അല്ലേ, നമുക്കൊരു ആവശ്യഭാരം ഉണ്ടാകുമ്പോൾ ഈ 107-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചപ്പോൾ അതിനെ ഒരു 5 തരമായി നമുക്ക് തിരിക്കാൻ കഴിയും. അവിടെയെല്ലാം ആവർത്തിച്ച് വരുന്നൊരു പദമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. നമുക്ക് ഈ സങ്കീർത്തനം ക്രമമായി വായിക്കുമ്പോൾ ഒരു 5 തരത്തിൽ നമുക്കതിനെ തിരിച്ചു പഠിക്കാൻ കഴിയും. ഓരോ ജീവിതാനുഭവത്തിലൂടെയും ദൈവത്തെ അന്വേഷിച്ചവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു ചരിത്രങ്ങളാണ്, അല്ലെങ്കിൽ ചില സംഭവങ്ങളാണ് അതിൽ വിവരിച്ചിരിക്കുന്നത്. നമുക്ക് പ്രാരംഭമായിട്ട് ചില വാക്യങ്ങളെ ഒന്ന് വായിക്കാം. 107-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്നും വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചും ഇരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സങ്കീർത്തനം സഭായോഗ മധ്യേ വായിച്ചത് തോമസങ്ങളാണ്. തോമസങ്ങൾ ആ സങ്കീർത്തനത്തിൻ്റെ ഒരു ഹെഡിങ്ങും കൂടി ചേർത്തിട്ടാണ് വായിച്ചത്. ആ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് എങ്ങനെയാണ്? രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞത. എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും ദൈവത്താൽ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന, എന്ന് പറഞ്ഞാൽ നിത്യതയോടുള്ള ബന്ധത്തിലുള്ള രക്ഷ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ മേഖലകളിലും ഒരു രക്ഷ ആവശ്യമാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ മക്കളില്ലാതിരിക്കുന്നവർക്ക് ഒരു മക്കളെ ലഭിക്കുന്നത് ഒരു രക്ഷയാണ്. ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് ഒരു ജോലി ലഭിക്കുന്നത് ഒരു രക്ഷയാണ്, അല്ലേ? അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നവർക്ക് വിവാഹം കഴിക്കുന്നത് ഒരു രക്ഷയാണ്. രക്ഷ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ പല അനുഭവങ്ങളിൽ നിന്നും രക്ഷയുടെ ഒരു സന്തോഷം അനുഭവിക്കുക എന്നുള്ളത് ആവശ്യമാണ്, അല്ലേ? നമുക്കെല്ലാവർക്കും നിത്യജീവൻ ലഭിച്ചവരാണ്, അല്ലേ? കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിന്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ്. നമ്മളെപ്പോഴും പ്രസംഗിക്കുന്നത് ആ നിത്യതയുടെ കാഴ്ചപ്പാടിൽ അവിടെ എത്തിയേണ്ടതിനുള്ള ലക്ഷ്യം നിർത്തിക്കൊണ്ടാണ് നമ്മൾ എല്ലാ പ്രസംഗങ്ങളും തന്നെ പ്രസംഗിച്ചിരിക്കുന്നത്. നമ്മളതിലേക്ക് വരും. അപ്പോൾ തന്നെ ജീവിതത്തിന്റെ വിവിധ രക്ഷയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. ഈ സങ്കീർത്തനം നമ്മൾ 7 വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടെയുള്ള ചില പദങ്ങളെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ ചില മനുഷ്യരുടെ അവസ്ഥകളെ കുറിച്ച് പറയുകയാണ്. അവർക്ക് വീടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അഭയമുണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല, വെള്ളമുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു എന്നാ പറയുന്നത്. ഇങ്ങനെ ഉള്ളിൽ തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനോട് പറയുകയാണ് നമുക്ക് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അവൻ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും? സ്വർഗത്തിൽ പോകാം, ശരിയാണ്, അല്ലേ? നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ നമ്മൾ കണ്ട് അതിനുവേണ്ടി തന്നെ ഇരിക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ ലോകത്തുള്ള എല്ലാ സുവിശേഷകരും ഈ ലോകത്തിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരാ. പക്ഷേ നമ്മുടെ ഡ്യൂട്ടി അത് മാത്രമല്ല, പക്ഷേ അതും നമ്മുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലുപരിയായിട്ട് നമുക്കറിയാം
ഈ ദൈവസഭയിൽ അങ്ങ് നിത്യത വരെ എത്തിക്കുന്ന ഒരു സന്ദേശം എല്ലാ സന്ദേശങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? അതിലേക്ക് പോകേണ്ടത് എങ്ങനെയെന്നും അത് നമ്മുടെ ലക്ഷ്യം എന്താണെന്നും ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം എന്തെന്നും നമ്മൾ കൃത്യമായി പറയാറുണ്ട്. എന്നാൽ നമ്മൾ ചുറ്റുവട്ടത്തേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ, ഏതൊരു മനുഷ്യനോട് നമ്മൾ സംസാരിക്കുമ്പോഴാണ്, ഇടപെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മനുഷ്യന് ചില പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, അവർക്ക് വീടില്ല, അഭയമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവരുടെ പ്രാണൻ ഉള്ളിൽ എന്തായിത്തീർന്നു എന്ന് പറയുന്നത്, അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നിരിക്കുക. ഈ തളർന്നിരിക്കുന്നവനെ സംബന്ധിച്ച് എന്താണ് ആവശ്യം? ഏലിയാ പ്രവാചകൻ അല്ലേ, ഒരു സ്ത്രീയുടെ ഭീഷണിക്ക് മുൻപിൽ ഓടി മരണം കൊതിച്ച് കിടക്കുക ചൂരച്ചെടിയുടെ ചുവട്ടിൽ അല്ലേ. അദ്ദേഹത്തെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയുക, നിന്നെ ദൈവം വചനത്താൽ ശക്തിപ്പെടുത്തി എന്നല്ല പറഞ്ഞത്, നല്ല അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുത്ത് അത് ഭക്ഷിച്ച് തൃപ്തരായി, അല്ലെങ്കിൽ നീ ഇത് ഭക്ഷിക്കണം, നിനക്കിനി ദൂര യാത്ര ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞ് ആ പ്രവാചകന്റെ ആവശ്യത്തില് ഒരു ഭക്ഷണമായിരുന്നു ആവശ്യമെങ്കിൽ അത് ദൈവം കൊണ്ടെത്തിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ തളർന്നിരിക്കുന്നവനോട് നമുക്ക് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ, അല്ലെ, ദൈവം പോലും അങ്ങനെ പറയുന്നില്ല. തളർന്നിരിക്കുന്നവന് ആവശ്യം എന്താ? ഭക്ഷണമാ. പാർപ്പിടമില്ലാതിരിക്കുന്നവർക്ക് ആവശ്യം എന്താ? പാർപ്പിടമാ. ഇത് നമ്മുടെ ചുറ്റുപാടുകളുമുള്ള ഒരു നിജസ്ഥിതി. കഴിഞ്ഞ ദിവസങ്ങളിൽ പല വ്യക്തികളോടുള്ള ബന്ധത്തിൽ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നോക്കിയപ്പോഴാണ് താഴേക്ക് വായിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ പറയുകയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഇത് നമുക്കൊരു ബുദ്ധിയോപദേശമാണ്. ഈ വീടില്ലാത്ത അനുഭവവും അഭയമില്ലാത്ത അനുഭവവും ഭക്ഷണമില്ലാത്ത അനുഭവവും വെള്ളമില്ലാത്ത അനുഭവവും ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ ഇവിടെ പറയുകയാണ്, ആ കഷ്ടതയിൽ അവർ ആരെ വിളിച്ചപേക്ഷിച്ചു? ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. നമുക്കൊരു കഷ്ടമുണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വീടില്ല എന്ന് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും, പഞ്ചായത്തിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുക്കാൻ പറയും അല്ലേ? അല്ലെങ്കിൽ മറ്റുള്ള ഇന്ന ആള്, ഇന്ന കോടീശ്വരൻ കുറച്ച് വീടുകൾ പണിത് കൊടുക്കുന്നുണ്ട്, അവിടെ പോയി ഒന്ന് കൈയും കാലും പിടിച്ചാൽ ഒരു വീട് കിട്ടും. ഇതൊക്കെയാ ഈ ലോകം മനുഷ്യന്റെ ചിന്താഗതികൾ. പക്ഷേ വചനം നമ്മെ പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെയും കാണുന്നൊരു ദൈവം പറയുക, അവർ ദൈവത്തോട് അവരുടെ കഷ്ടതയിൽ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു. ദൈവം അവർക്ക് ഉത്തരം അരുളി എന്നാ പറയുന്നത്. വചനം പറയുകയാണ്, അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വേയുള്ള വഴിയിൽ നടത്തി. അപ്പോൾ ഇങ്ങനെ പ്രതിസന്ധിയും പ്രയാസവുമായിരിക്കുന്ന, ഉണ്ണാനില്ല, ഉടുക്കാനില്ല, പാർപ്പിടമില്ല, കടബാധ്യതകളാൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു ആവശ്യഭാരത്തിന്റെ മുൻപിൽ നമുക്ക് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ വിഷയങ്ങൾ പിന്നെ ആരാ പരിഹരിക്കുന്നത്? അതും ദൈവം തന്നെയാ പരിഹരിക്കുന്നത്. ദൈവത്തോട് അവർ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തെയാണ് തേടിയത് അല്ലെ. കഷ്ടതയിൽ നമ്മൾ ആരെ തേടണമെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്? ദൈവത്തെ തേടണമെന്നാ പറയുന്നത്. ഇന്നിവിടെ ഇരിക്കുന്നവരോട് ഈ സങ്കീർത്തനം പറയുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്, നമ്മളെല്ലാവരും ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് നടക്കുന്നവരാ. എന്നാൽ നമ്മെ യൂട്യൂബിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. വളരെ ആവശ്യപാഠത്തിന്റെ മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ ജീവിതാവസ്ഥകളൊന്നുമല്ല പല കുടുംബങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ അവസ്ഥകളെല്ലാം വളരെ ശോചനീയമാ. നമ്മൾ ഇടവും വലവും തിരിഞ്ഞാൽ, സുവിശേഷവുമായി കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളാണ്. രണ്ടാമത്തെ പ്രശ്നം കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. പിന്നത്തെ പ്രശ്നം അയൽപക്കങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. അത് പിന്നീട് പരിഹരിക്കാം നമുക്ക് അല്ലെ. ആദ്യം നമ്മുടെ വീടും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ ഒന്ന് പരിഹരിച്ചാൽ, അതൊന്ന് ക്രമീകരിച്ചാൽ മാത്രമേ ഈ ദൈവവചനം അവർക്കോടൊന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ അല്ലെ. നമ്മളൊരു കൃഷി ഇറക്കാൻ പോവുകയാണെന്ന് കരുതുക. കുറച്ച് നെല്ല് വിതയ്ക്കണം, അല്ലെങ്കിൽ കുറച്ച് വാഴ നടണം. ആ ഒരു പറമ്പ് കൊണ്ട് കുറെ വാഴക്കണ്ണും കുറെ വിത്തും മേടിച്ച് കൊണ്ട് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, ആ നിലത്ത് എന്ത് ചെയ്യും? ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കല്ലും കട്ടയൊക്കെ മാറ്റി, ആവശ്യമില്ലാതെ തഴച്ചു വളർന്നു നിൽക്കുന്ന ചെടികളെയും മരങ്ങളെയും ഒക്കെ വെട്ടിക്കളഞ്ഞ് അതിനെ ഉഴുതു മറിച്ച് വളരെ ക്ലിയറായി നല്ലൊരു നിലം ഒരുക്കിയതിന് ശേഷം വേണം കൃഷി ഇറക്കുവാൻ. ഇത് തന്നെയാ ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ആവശ്യഭാരങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവരോട് ദൈവത്തോട് അപേക്ഷിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, കഴിവില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ. കഴിയുന്ന നന്മകൾ ചെയ്യുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നുമുണ്ട്. ഇവിടെ ആദ്യത്തെ ആ പാരഗ്രാഫിൽ നമ്മൾ വായിച്ചത്
ചില കാറ്റഗറിയിലുള്ള മനുഷ്യർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം അവർക്ക് ഉത്തരം നൽകുകയും അവരെ ദൈവം ശാശ്വതമായ മാർഗത്തിലൂടെ നടത്തി എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വീടില്ലാത്ത അനുഭവം, അഭയമില്ലാത്ത അനുഭവം, വെള്ളമില്ല ഭക്ഷണമില്ലാത്ത അനുഭവം, ഉള്ളിൽ മനസ്സ് മരിച്ചു കിടക്കുന്നൊരു അനുഭവം ഉണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തെ അവരുടെ കഷ്ടതയിൽ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ വചനം പറയുന്നത് പോലെ ദൈവം അവരെ ചൊവ്വുള്ള വഴിയിൽ എത്തിക്കേണ്ടടുത്ത് എത്തുവാൻ തക്കവണ്ണം ദൈവം നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നന്മ ലഭിക്കുമ്പോൾ ദൈവം പറയുകയാണ്, അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നടത്തിയ നന്മകളെ ഓർത്ത് നന്ദി പറയേണ്ടതൊരു ആവശ്യമാണ്. നമുക്കറിയാം, 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ച് കടന്നു വന്നു. എന്നാൽ 9 പേരും മടങ്ങിപ്പോയി. ഒരു വിജാതിയൻ മാത്രം കടന്നു വന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞു. കർത്താവ് ചോദിച്ചു, ഞാൻ 10 പേർക്കല്ലേ സൗഖ്യം നൽകിയത്, ബാക്കി 9 പേരെവിടെ? ഈ വിജാതിയനല്ലാതെ നന്ദി പറയാൻ ആർക്കും തോന്നിയില്ലേ? അപ്പോൾ ദൈവവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം ചെയ്യുന്ന കാര്യത്തിന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയുക. അതിലുപരിയായി ദൈവമാണ് അത് ചെയ്തത് എന്നുള്ളത് ഓർത്ത് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ട ഒരു ആവശ്യകതയും ഉണ്ട് എന്നുള്ളതാണ് സങ്കീർത്തനം 107 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 10 മുതൽ 15 വരെ വായിക്കുമ്പോൾ മറ്റു ചില പ്രതിസന്ധികളിൽ അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എന്താണ്? ഞാൻ വാക്കുകളിൽ മാത്രം ഒന്ന് വായിക്കാം. ദൈവവചനത്തോടും ദൈവത്തോടും മറുതലിച്ചിട്ട് ഇരുട്ടിലും അന്ധകാരത്തിലും അരിഷ്ടതയിലും ഇരുമ്പ് ചങ്ങലയിലും ആയിത്തീർന്ന മനുഷ്യരെ കുറിച്ച് അവിടെ പറയുകയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തെയും ദൈവവചനത്തെയും തള്ളിക്കളയുമ്പോൾ ചില കഷ്ടങ്ങൾ വന്നു ചേരുവാനിടയായിത്തീരും. അത് എന്താണെന്ന് നമുക്കൊന്ന് ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാം. 10 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ വചനങ്ങളോടും ദൈവത്തോടും മത്സരിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്യപ്പോൾ ഇവിടെ ഇരുമ്പ് ചങ്ങലയില എന്ന് പറഞ്ഞാൽ ജയിലിൽ അകപ്പെട്ടു പോയി. നമുക്കറിയാം, അനേകര് ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അനേകർ ഇരുളിലും കഷ്ടതയിലും ഒരു പ്രകാശവുമില്ലാതെ ഞെരുക്കപ്പെടുന്ന അനുഭവത്തിൽ കിടക്കുക. ഞാൻ ചില ഭവനങ്ങളിൽ പോകുമ്പോൾ, ഭവനങ്ങളിൽ പോയി മടങ്ങി വരുമ്പോൾ, ഞാൻ അവിടെ പോയി വന്നപ്പോഴുള്ള എൻ്റെ അനുഭവം ഞാൻ വീട്ടിൽ പറയും. എൻ്റെ വീട്ടിൽ പറഞ്ഞു, എല്ലാ കുടുംബങ്ങളും ഒരു മുരടിച്ച അവസ്ഥയിലിരിക്കുകയാണെന്ന് ഞാൻ പറയാനിടയായിത്തീർന്നു. എൻ്റെ അപ്പച്ചനും അമ്മച്ചി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ കുടുംബങ്ങളും ഒരു മുരടിച്ച അവസ്ഥ. ചില ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു അന്ധകാരം നിറഞ്ഞൊരു അനുഭവം. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതാനുഭവത്തിൽ നോക്കുമ്പോൾ അവന്റെ അവസ്ഥ എന്താണെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു മുരടിച്ച അനുഭവം, ഒരു അന്ധകാരത്തിന്റെ അനുഭവം. ചില വ്യക്തി ജീവിതങ്ങളിൽ ജയിലിൽ കിടക്കുക, ചിലർക്ക് ബുദ്ധി സ്ഥിരതയില്ലാതെ കിടക്കുക, അങ്ങനെ നിരവധിയായ അവസ്ഥകൾ ഉണ്ടായിരിക്കുക. ഇവിടെ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? അതിന് കാരണം എന്താണെന്ന് പറയുന്നത്, ദൈവവചനം കേട്ടപ്പോൾ സ്വീകരിക്കാൻ മനസ്സ് കളിച്ചില്ല. ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും തള്ളിക്കളഞ്ഞപ്പോൾ അതിന്റെ പരിണിത ഫലമായി, ദൈവത്തോട് മത്സരിച്ചതിന്റെ പരിണിത ഫലമായി എന്താണ് സംഭവിച്ചത്? അവർ ഇരുളിലും അന്ധതമസിലും ഇരുന്നു, അരിഷ്ടതയിലും ഇരുമ്പ് ചകലുകളാലും ബന്ധിക്കപ്പെട്ട് അവർ കിടക്കുകയാ. അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അപ്പോൾ ദൈവം എന്ത് ചെയ്യുക? ഈ കഷ്ടതയുടെ മുകളിൽ കഷ്ടത കൊണ്ടുവന്ന് ഇവരുടെ ഹൃദയത്തെ താഴ്ത്തുകയാണ്. നമുക്കറിയാമല്ലോ, ചില വ്യക്തി ജീവിതങ്ങളുടെ അടുക്കലൊക്കെ പോയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ അങ്ങ് പണ്ട് ആനപ്പുറത്തിരുന്ന കുടുംബമാ, ഞങ്ങൾക്ക് അതുണ്ടായ കുടുംബമാ, ഇപ്പോഴും ഹൃദയം താഴ്ന്നിട്ടില്ല, അവസ്ഥകളൊക്കെ താഴ്ന്നു പോയി, ഇന്ന് കുടിക്കാൻ കഞ്ഞി പോലും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും പറയും, ഞങ്ങൾ പണ്ട് ആനപ്പുറത്തിരുന്ന മനുഷ്യരാണ്. അപ്പോൾ ഹൃദയം താഴ്ന്നിട്ടില്ല. അപ്പൊ ഇവിടെ എന്താ ദൈവം പറഞ്ഞത്? ഇത്രയൊക്കെ കഷ്ടം കൊടുത്തപ്പോൾ, ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞപ്പോൾ അന്ധകാരത്തിലും ഇരുട്ടിലും മുരടിച്ച അനുഭവത്തിലും ഇരിക്കുകയാ. അപ്പോൾ തന്നെ ചിലര് ജയിലിൽ കിടക്കുകയാ, വിലങ്ങ് വെച്ചുള്ള അവസ്ഥയിൽ കിടക്കുകയാ. എന്നിട്ടും അവരുടെ ഹൃദയം താന്നില്ല. എന്നിട്ട് ദൈവം പറയാണ്, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തിക്കളഞ്ഞു. എന്തിനാ? ദൈവ വഴിയിലേക്ക് കൊണ്ടുവരും. അവരെ കഷ്ടത്താൽ എങ്ങോട്ട് തിരിഞ്ഞാലും നിക്കക്കളിയില്ലാത്ത അവസ്ഥയാക്കി കൊടുത്തു. അതെന്തിനാണെന്ന് പറയുന്നത്? അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഒരു മനുഷ്യന്റെ സഹായവും പോലും കിട്ടാത്തൊരു സ്റ്റേജിൽ ഈ മനുഷ്യർ ഇപ്പോൾ എത്തി നിൽക്കുക. ഞാനിത് പ്രസംഗിക്കുമ്പോൾ പല വ്യക്തി ജീവിതങ്ങളും, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സഭയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചല്ല ഞാനിത് പറയുന്നത്,
ചുറ്റുപാടുകൾ പലർ വിളിക്കുന്നവരും അല്ലെങ്കിൽ ഇടപെടുന്നവരും നമ്മുടെ വചനങ്ങൾ കേൾക്കുന്നവരുമായുള്ള അവസ്ഥകളിലൂടെ ഞാൻ ഇങ്ങനെ കണ്ണോടിച്ചപ്പോൾ ഈ സങ്കീർത്തന ദൈവം എനിക്ക് തന്നപ്പോൾ ഞാൻ ചിന്തിക്കുക, ഇങ്ങനെയുള്ള അനുഭവം മാത്രമുള്ളല്ലോ ചുറ്റുപാടും. നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിത്യതയുമായ ലക്ഷ്യം വെച്ച് നടക്കുന്ന സന്തോഷമുള്ള കുടുംബങ്ങൾ വളരെ ചുരുക്കം. 100-ൽ 5 കുടുംബം ഈ ആത്മീക സന്തോഷത്തിലുള്ള കുടുംബത്തെ കാണാൻ കഴിയും. ബാക്കി 95 കുടുംബവും കഷ്ടത കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ദൈവം പറയുകയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവിടെയും ഒരു പരസഹായമില്ലാതിരിക്കുമ്പോൾ, ഇത്രയേറെ കഷ്ടതകൾ സഹിക്കുമ്പോൾ, അവിടെ അവർ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ഇവിടെ എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? അവരെ ദൈവം വീണ്ടും വിടിവിക്കുവാൻ ഇറങ്ങി വരുന്നൊരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. എന്താ ഈ സങ്കീർത്തനത്തിന്റെ സാരം? ഈ സങ്കീർത്തനത്തിന്റെ 2 ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. ഇനി 3 ഭാഗം കൂടി ചിന്തിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു, വീടില്ല, അഭയമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രാണൻ ഉള്ളിൽ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയുള്ളവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം അവർക്ക് ചൊവ്വുള്ള വഴിയിലൂടെ നടക്കുവാൻ ഭാഗ്യം കൊടുത്തു. രണ്ടാമത്തെ കൂട്ടര് ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞപ്പോൾ അവർ ഇരുട്ടിലും അസ്വസ്ഥതയിലും അന്ധകാരത്തിലും ഇരുന്ന് ചിലർ ചങ്ങല ധരിച്ച് ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എന്നിട്ടും അവരുടെ ഹൃദയത്തിന് താഴ്ച വരാതിരുന്നപ്പോൾ ദൈവം അവരുടെ ഹൃദയത്തെ താഴ്ത്തി കളഞ്ഞു. അങ്ങനെ താഴ്ത്തിയപ്പോഴാ അവർ ദൈവത്തെ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്ക് ബുദ്ധിയുള്ള മനുഷ്യരാണല്ലോ. നമ്മൾ പറയാറുണ്ട്, കാക്ക കണ്ടറിയും, കൊക്ക് കൊണ്ടേ അറിയുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു പഴഞ്ചൊല്ല അതിന്റെ കൂടെ ഞാൻ ചേർക്കുവാനിടയായിത്തീർന്നു. എന്താണെന്നറിയാമോ? കാക്ക കണ്ടറിയും, കൊക്ക് കൊണ്ടറിയും. അത് കണ്ടും കൊണ്ട് പറയും. പക്ഷെ കോഴിയാണെങ്കിലോ അത് കൂട്ടാങ്കലത്തിൽ കയറിയാലേ അറിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചിലര് അങ്ങനെയാ അതായത് കാക്ക കണ്ടറിയും, കൊക്ക് കൊണ്ടറിയും. കോഴി ഇത് കണ്ടും കൊണ്ടും അറിയാത്തത് കൊണ്ട് അതിനെ കൂട്ടാങ്കലത്തിൽ കയറേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നമുക്ക് കോഴിയുടെ അവസ്ഥ വരല്ലേ. കണ്ടും കേട്ടും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാ ഇവിടെ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുക. ചില കാര്യങ്ങൾ, ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ ദൈവത്തെ വിളിച്ചപ്പോൾ അവർക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. ദൈവത്തെ വിളിക്കാതിരുന്നവരോ അവർ നാശത്തിലേക്കേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമെന്നും ഉണ്ടായിട്ടുണ്ടെന്നും ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ അതിൽ നിന്നൊരു തിരിച്ചുവരവോ മടങ്ങിവരവോ ആവശ്യമെങ്കിൽ നമ്മൾ വിളിക്കേണ്ടത് ആരെയാണ്? തങ്ങളുടെ കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു. 107-13 വാക്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. മേൽപ്പറഞ്ഞ ഈ കഷ്ടങ്ങളിൽ നിന്നും ദൈവത്തിന് അവരെ വിടുവിക്കാൻ കഴിയും. ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പത്രോസിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടിരിക്കുക. ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്ന് ദൂതനെ കൊണ്ട് ആ ഇരുമ്പ് വാതിലുകൾ തുറന്ന്, ഒരു വാതിൽ സ്വതവേ തുറന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന ചരിത്രം നമുക്കറിയാം, അല്ലേ? അപ്പോൾ കാരാഗൃഹത്തിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായവനാണ് നമ്മുടെ ദൈവം. ഇരുട്ടിലിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലേ? അന്ധകാരത്തിലും തമസിലും ഇരിക്കുന്നവർ വലിയൊരു പ്രകാശം കണ്ടു. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് എന്തെങ്കിലും ടോർച്ച് പിടിച്ചുകൊണ്ട് പോയപ്പോഴാണോ വേട്ടം കണ്ടത്? അല്ല. അന്ധകാരത്തിലും ക്ഷീണത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന, അന്ധകാരത്തിലിരിക്കുന്ന ജനം സത്യ വെളിച്ചത്തെ, പ്രകാശമായ, ലോകത്തിന്റെ പ്രകാശമായ കർത്താവിനെ കാണുകയാണ്. ആ പ്രകാശത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഹ്വാനം ചെയ്യുന്നത്. ഈ കഷ്ടതയിൽ കടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം മനസ്സുണ്ടായിട്ടോ മനുഷ്യപുത്രന്മാരെ ശിക്ഷിക്കുന്നത്? ദൈവത്തിന് വല്ല മനസ്സുമുണ്ടോ? ഇവന് 2 കൊടുക്കാം എന്നുള്ള മനസ്സോടു കൂടിയാണ് ദൈവം ഇരിക്കുന്നത്? അല്ല, ദൈവത്തിന് മനസ്സില്ല, ഒരിക്കലുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലുവാൻ നമുക്ക് മനസ്സുണ്ടോ? പക്ഷേ 2 തല്ല് കിട്ടിയാലേ നന്നാവുള്ളൂ എന്ന് പറഞ്ഞാലോ നമ്മൾ 2 തല്ല് കൊടുക്കും, അല്ലേ? ഇന്ന് രാവിലെ കൂടി നദാനേക്ക് ഒരു തല്ല് കിട്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു തല്ല്. അപ്പോൾ അത് കിട്ടേണ്ട സാഹചര്യത്തിൽ വേണമെങ്കിൽ അത് കൊടുക്കണം. അല്ല, എൻ്റെ കൊച്ചിനെ തല്ലിയത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. പക്ഷെ അത് കിട്ടിയാലേ നന്നാവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ചെറിയ ശിക്ഷണം ആവശ്യമാണ്. ഇത് തന്നെയാ ദൈവം ചെയ്യുന്നത്. ദൈവം മനസ്സുണ്ടായിട്ടല്ല അത് ചെയ്യുന്നത്. ദൈവത്തിന് സങ്കടമാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ മനുഷ്യൻ കടന്നു പോവുകയാണ്. എന്താണ് കാരണം? മനുഷ്യന്റെ ദൈവത്തോടുള്ള തിരസ്കരണം, ദൈവവചനത്തോടുള്ള തിരസ്കരണം, ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിന്റെ പ്രകാശം കാണുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സില്ലായ്മ.
അതുമൂലം ഈ വിധത്തിലുള്ള കഷ്ടങ്ങളിലേക്ക് പോവുകയാ. വീടില്ല, അഭയമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, പ്രാണനുള്ളിൽ ഞെരുങ്ങുന്ന അവസ്ഥ. ഇപ്പോൾ എന്താണ് വായിച്ചത്? അവർ ഇരുട്ടിലും അന്ധതമസിലും അല്ലെങ്കിൽ ചങ്ങലകളും ധരിച്ചിരിക്കുകയാ. അവരുടെ ഹൃദയം വന്നിട്ട് താന്നില്ല. അവരുടെ ഹൃദയത്തെ ദൈവം താഴ്ത്തിയപ്പോൾ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്താ പറഞ്ഞത്? വായിക്കാം 14-ാം വാക്യം. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നോക്കുക, ഏതൊരു കഷ്ടത്തിൽ കിടക്കുന്ന മനുഷ്യനെ ആയാലും അവൻ ദൈവത്തോട് വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം അവനെ അവിടുന്ന് അവന്റെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്, അല്ലെ? അവൻ അന്ധതമസിൽ നിന്നും അവരെ പുറപ്പെടുവിച്ച് അവരുടെ ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞു, അവരെ സ്വതന്ത്രരാക്കി. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് ദൈവത്തോട് ചെയ്യേണ്ടത്? 15-ാം വാക്യം. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിച്ചു. കഷ്ടതയിലും പ്രയാസത്തിലും ഇരിക്കുകയാണോ? അവർ കഷ്ടതയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം അവരെ വിടുവിക്കും. വിടുവിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് സന്തോഷമായി മുന്നോട്ട് പോവുക. ഈ ഒരു പരിഹാരമേ ഉള്ളൂ ഇതിന്. ഈ പരിഹാരം വിട്ട് മാറ്റി എന്തു പരിഹാരത്തിന് വേണ്ടി പോയാലും വീട് പണിക്കാരുടെ പണി വ്യർത്ഥമായി തീരും, കാവൽക്കാരുടെ കാവൽ വ്യർത്ഥമായി തീരും. ദൈവം ഭവനം പണിയാതിരുന്നാൽ ആ പണി വ്യർത്ഥം. ദൈവം കാവൽ നിൽക്കാതിരുന്നാൽ ആ കാവൽക്കാർ ഉറങ്ങാതിരിക്കുന്നതും വ്യർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നല്ലാതെ ഒരു നന്മയില്ല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ബുദ്ധി ഉപദേശമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. സങ്കീർത്തനം 107-16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ നമുക്കൊന്ന് വായിക്കാം. അവൻ താമ്രക്കതകുകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരിക്കുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ അടുത്ത ഒരു കാര്യം, അതായത് യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് നമുക്കറിയാം. അപ്പോൾ കർത്താവിനോട് ഭക്തിയില്ലാത്തൊരു അനുഭവം അവൻ വെറും ഭോഷനായ ഒരു മനുഷ്യനായി തീരും, അല്ലേ? എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ്. എന്നാൽ ഭോഷൻ തന്റെ ഹൃദയത്തിൽ എന്താ പറയുന്നത്? ഓ, ദൈവമൊന്നുമില്ല, നമുക്ക് തോന്നിയ പോലെ നടക്കാം. അങ്ങനെ പറയുന്ന ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായി എന്ത് സംഭവിച്ചു? തങ്ങൾക്ക് അകൃത്യങ്ങൾ നിമിത്തം അവർ കഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പല ഭക്ഷണ സാധനങ്ങളും ഇരിക്കുന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റാത്ത മടുപ്പ് അനുഭവപ്പെടുകയാണ്. അല്ലെങ്കിൽ അവർ മരണത്തിന്റെ താഴ്വരയിലൂടെ നടക്കുകയാണ്. എന്തുമൂലം? അവരുടെ ഭോഷത്വം മൂലം, അറിവില്ലായ്മ മൂലം. അറിവില്ലാത്ത ജനം നശിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലെ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, അറിവില്ലാത്ത എന്റെ ജനം നശിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്താ ദൈവം അങ്ങനെ പറഞ്ഞത്? നമുക്ക് ഈ ലോകപരമായ എത്രയോ ബുദ്ധിയാണുള്ളത്, അല്ലേ? നമ്മുടെ ഈ കൊച്ചു ബുദ്ധി വെച്ചിട്ടാണ് ഈ കേരളത്തിൽ നിന്നും അങ്ങ് അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്പിലും ഒക്കെ ഇങ്ങനെ ചേക്കേറി മനുഷ്യൻ പോവുകയാണ്, അല്ലെ? നല്ല ബുദ്ധിയാ. പക്ഷെ ദൈവം ഇവിടെ പറയുകയാണ്, അയ്യോ, ആ ഭോഷത്വം മൂലം, അവരുടെ ഭോഷത്വം മൂലം എന്ത് സംഭവിച്ചു? അവർ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുക. കഴിഞ്ഞ ദിവസം എനിക്കൊരു പുതിയൊരു പല്ല് വരികയാണ്. അപ്പൊ ഈ ഭയങ്കര വേദന, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓർത്തു, ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്, വളരെ സങ്കടകരമാണ്. നമുക്ക് വിശക്കുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, അല്ലേ? എനിക്ക് പല്ല് വന്നിട്ടുള്ള വേദന, എൻ്റെ അപ്പച്ചന് പല്ല് കൊഴിഞ്ഞു പോയിട്ടുള്ള വേദന, രണ്ടുപേർക്കും ഒരേ സമയത്ത് പല്ല് വേദനയാണ്, ഭയങ്കര വേദന. അപ്പോ ഭക്ഷണം ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാ. ഇന്ന് നമുക്ക് ഈ പ്രായം വരെ നമുക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തിനും അതിനും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ അനുഭവിക്കുന്ന അനേകരുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ എന്തോ ക്യാൻസർ പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാ. ഈ മനുഷ്യന് വായിൽ കൂടെ ഭക്ഷണം കഴിക്കാൻ വയ്യ. എന്നിട്ട് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയറ്റിലിട്ടിരിക്കുന്ന ഒരു ട്യൂബ് ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുക. ഒരു സിറിഞ്ചിൽ അദ്ദേഹം അതിനകത്ത് എന്തോ ജ്യൂസ് ഒഴിക്കുന്നു, അതിങ്ങനെ പൊക്കി പിടിച്ചിരിക്കുക. അത് തന്നെ വയറ്റിലേക്ക് പോകുന്നൊരവസ്ഥ. റൈസലോ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള അവസ്ഥ നമ്മുടെ സഭയിലും ചില പ്രിയപ്പെട്ടവർ വളരെ പ്രയാസത്തിൽ കഴിഞ്ഞു പോകുന്നവരുണ്ട്, അല്ലേ? ഇങ്ങനെയുള്ള അവസ്ഥകളെ കാണുമ്പോൾ എത്രയോ കഷ്ടമാണല്ലേ? പക്ഷേ
ഇതിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവിടെയും പറയുകയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു, അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പറ്റം ജനം വിവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ സങ്കീർത്തനം 107 വായിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യ സഹജമായ എല്ലാ കഷ്ടങ്ങളും ഇവിടെ ഉണ്ട്. അതിന് പരിഹാരവും ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ ദൈവത്തെ നമ്മൾ സമീപിക്കണമെന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താണ് പറഞ്ഞത്? നമ്മുടെ പ്രതികൂലമായ സാഹചര്യത്തിന് മുൻപിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്കൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, അത് സത്യദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന നന്മയെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു, എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? ഈ യബ്ബേസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു വാക്യത്തിൽ മാത്രമാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഇദ്ദേഹത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ദൈവം അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് കാണുന്നത്. വലിയൊരു ചരിത്ര പുരുഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അതിനു മുൻപ് 9-ാം വാക്യത്തിൽ യബ്ബേസിനെ കുറിച്ച് പറയുകയാണ്, യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. എന്നിട്ട് പറയുകയാണ്, അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, ആരുടെ ദൈവത്തോടാ പ്രാർത്ഥിച്ചത്? സത്യദൈവത്തോടാ പ്രാർത്ഥിച്ചത്. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടി ഇരിക്കുകയും അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു, എന്ന് പ്രാർത്ഥിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിച്ചു, വലിയൊരു ലോട്ടറി അടിച്ച പോലെയുള്ള ഒരു പ്രാർത്ഥനയും അനുഗ്രഹവുമായി പോയി യബ്ബേസിന്റെ ആ പ്രാർത്ഥന. അവനവന് യാതൊന്നും അറിയുകയില്ല. അവനെ റൈറ്റ്ലി ഡിവൈഡോ അല്ലെങ്കിൽ ഒരു വിധം വചനമോ കാര്യങ്ങളോ ഒന്നും അറിയുന്ന മനുഷ്യനായിട്ട് മറ്റു രേഖകളിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഈ മനുഷ്യനെ അമ്മ വളരെ വ്യസനത്തോടെ പ്രസവിച്ചു, അവന് യബ്ബേസ് എന്ന് പേരിട്ടു. അവനൊരു മാന്യനായിരുന്നു, അവനൊരു നല്ല മനുഷ്യനായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ പോകുന്ന വഴികളിൽ എന്നെ കാത്തു പരിപാലിക്കണം, എൻ്റെ അതിരുകളെ വിശാലമാക്കണം, എനിക്ക് സ്വസ്ഥത തരണം, വരച്ച കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ദൈവം മുട്ടില്ലാതെ നടത്തി തരണം. ഇത് ആരോടാ പ്രാർത്ഥിച്ചത്? ഒരു ദൈവത്തോട്, സത്യദൈവത്തോടാ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ദൈവം അവന് മറുപടി കൊടുക്കുക, ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നാ പറയുന്നത്. ഭാരിച്ച കാര്യങ്ങളൊന്നും നമുക്ക് അറിയണ്ട. എന്നെ സൃഷ്ടിച്ച ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയാ. അവന് ലോട്ടറി അടിച്ചാൽ പോലും കിട്ടാത്തൊരു നന്മയിലേക്ക് ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഏതാനും വാക്കുകൾ, 30 സെക്കൻഡ് പോലും വേണ്ടാത്തൊരു പ്രാർത്ഥന. നമ്മൾ മണിക്കൂറുകളിരുന്ന്, കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അത് ജൽപ്പനം ചെയ്യുന്നത് ജാതികളാ. കുറെ നേരം പ്രാർത്ഥിച്ചാൽ എന്തോ വലിയ അനുഗ്രഹം കിട്ടുമെന്നൊക്കെയാ വിചാരം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായി കഥകടച്ചിരുന്ന സ്വർഗസ്ഥനായ ദൈവമേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്ക്. രഹസ്യങ്ങൾ അറിയാവുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ യബ്ബേസ് എന്ന് പറയുന്ന മനുഷ്യനെ പോലെ ഒരു ലോട്ടറി അടിച്ച ഒരു അനുഗ്രഹം പോലെ, ലോട്ടറി അടിക്കുന്ന വലിയ അനുഗ്രഹം ഒന്നല്ല എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് എത്രയോ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ പോകുന്നിടത്ത് ഞാൻ സുരക്ഷിതനായിരിക്കണം, എനിക്കുള്ളതിന്റെ അതിർ വിസ്താരമാക്കണം, എനിക്കുള്ളതിനെ ദൈവം അനുഗ്രഹിക്കണം, എനിക്ക് സ്വസ്ഥത നൽകണം. ഇത്രയല്ല ഒരു മനുഷ്യന് വേണ്ട ദൈവം ഭൂമിയിൽ ചോദിച്ചത് ദൈവം അവന് കൊടുത്തു എന്നാ പറഞ്ഞത്. നമ്മൾ ഈ ഭൂമിയിലുള്ളത് മാത്രമല്ല ചോദിക്കുന്നത്. പൗലോസ് പറയുകയാണ്, 1 കൊരിന്ത്യർ ലേഖനം 15:19 പറയുകയാണ്, ഈ ഭൂമിയിലുള്ളതിൽ മാത്രമാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരത്രേ, അരിഷ്ട മനുഷ്യരത്രേ. അപ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ ആവശ്യമാണ്. പക്ഷെ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതിന്റെ അപ്പുറത്തേക്കുള്ളൊരു നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കർത്താവിനെ വിളിക്കുന്നത് അല്ലേ, ആ നിത്യതയുടെ കാഴ്ചപ്പാടിലേക്ക്, ആ നിത്യത വരെ പോകേണ്ടതിനാണ് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് അല്ലേ. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ വിവിധമായിട്ടുള്ള അനുഭവ സാഹചര്യങ്ങളിലൂടെ പോകുന്ന മനുഷ്യർക്ക് ഒരു ആശ്വാസം ലഭിക്കേണ്ടതിന് അല്ലേ, നമ്മൾ എന്താണ്, ഒരു ഡോക്ടറേറ്റ് എടുത്ത മനുഷ്യനും 1ാം ക്ലാസ്സിൽ പഠിക്കാത്ത മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. അപ്പൊ ഞാൻ കുറെ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒന്നും കാണണ്ട എന്ന് പറയുന്ന ഒരു ആത്മീകനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ ബലഹീനനെ കൂടി താങ്ങുന്ന, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ABCD പോലും അറിയാത്തവന്റെ ആ കഷ്ടങ്ങളിൽ അവനെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ
അതിനുവേണ്ടി ഇടനില നിൽക്കുവാൻ, അല്ലെങ്കിൽ അവനെ ഒന്ന് മുന്നോട്ട് നയിക്കുവാൻ, ദൈവത്തിലേക്ക് ആകർഷിപ്പിക്കുവാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തൊരു നിലയിലേക്ക് വരുമ്പോൾ 107 23 മുതൽ 32 വരെ മറ്റൊരു ഭാഗമാണ് ചിന്തിക്കുന്നത്. അവിടെ പറയുന്നതിന്റെ ചുരുക്കം ഇത്രയുമേ ഉള്ളൂ. വലിയ ധനാഢ്യന്മാരായ മനുഷ്യരെ ദൈവം തകർക്കുകയും ഒന്നുമില്ലാത്തവരെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് 33 മുതൽ താഴേക്ക് വായിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, 42 വാക്യം വായിക്കുകയാണ്, നേരുള്ളവർ അത് കണ്ട് സന്തോഷിക്കും, നീതികെട്ടവരൊക്കെയും വായ്പൊത്തും, ജ്ഞാനമുള്ളവൻ ഇവയെല്ലാം ശ്രദ്ധിക്കും, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കട്ടെ. അപ്പോൾ നേരുള്ളവൻ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുവാനിടയായിത്തീരും. ദുഷ്ടന്മാരായവരോ നീതികെട്ടവരോ ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും ഗ്രഹിക്കാതെ അവർ പോകുമ്പോൾ ദൈവവചനത്തിൽ ഓർപ്പിക്കുകയാണ്, അവർ യഹോവയുടെ കൃപകളെ കുറിച്ച് ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കും ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പദമുണ്ട്. സങ്കീർത്തനം 107 6, 107 13, 107 19, 107 28 വാക്യം. ഈ വാക്യങ്ങളിലെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്: അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. 107 16 മുതൽ 21 വരെ മറ്റൊരു സന്ദർഭമാണ് അവിടെ വിവരിക്കുന്നത്. കടലിലെ ആപത്തിനെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചുരുക്കമായി ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്, ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യനായാലും, കരയിൽ നിൽക്കുന്ന മനുഷ്യനായാലും കടലിൽ നിൽക്കുന്ന മനുഷ്യനായാലും, ഏത് തലത്തിൽ നിൽക്കുന്ന മനുഷ്യനായാലും, അവർ അപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്, പ്രതിസന്ധിക്ക് മറുപടി ലഭിക്കണമോ, അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം ഉത്തരവരുളും, ചൊവ്വയുള്ള വഴിയിൽ നടത്തും, വചനമയച്ചവരെ സൗഖ്യമാക്കും, മരണത്തിന്റെ നിഴലിൽ നിന്ന് അവരെ വിടുവിക്കും. അങ്ങനെ ആശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ സൃഷ്ടാവായ ദൈവം. എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടാവായ ദൈവമാണ് നമ്മെ പോലെ തന്നെ ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ചത്. ദൈവം എല്ലാവരുടെയും ദൈവമാ, എല്ലാവരെയും ദൈവം പരിപാലിക്കുക. അതുകൊണ്ട് ദൈവ പരിപാലനയിൽ ആശ്രയിക്കേണ്ട ആവശ്യമാണ്. പ്രിയ തോമസ് നിങ്ങൾ വായിച്ചപ്പോൾ അതിന്റെ തലക്കെട്ട് പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ടവന്റെ കൃതജ്ഞത. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ഇവിടെ നിന്നെല്ലാം ദൈവം എന്നെയും വിടുവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വിടുതൽ ലഭിക്കാതിരിക്കുന്നവരുണ്ട്. നിങ്ങളെയും ദൈവം വിടുവിക്കും. എന്ത് ചെയ്യണം? കഷ്ടതയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ മെസ്സേജിന്റെ തലക്കെട്ട് പ്രാർത്ഥനയും ഉത്തരവും എന്നുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു സാഹചര്യമായിക്കോട്ടെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉപദേശപരമായ വിഷയങ്ങളൊന്നുമല്ല കൈകാര്യം ചെയ്തത്. ജീവിതത്തിലെ നമ്മുടെ അനുഭവ വേദ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില കഷ്ടങ്ങൾ, ദൈവം അറിയാത്ത ഒരു കഷ്ടവും നമുക്കില്ല, താങ്ങാനാവാത്ത ഒരു കഷ്ടവും നമ്മുടെ ജീവിതത്തിൽ നൽകുകയില്ല എന്നുള്ളതാണ് കൃപായുഗ സുവിശേഷം വിശ്വസിക്കുന്ന നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം. ദൈവം താങ്ങാൻ കഴിയുന്നതിലുപരിയായിട്ടുള്ള ഭാരം നമുക്ക് തരികയില്ല എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ദൈവം എന്തിന് എന്നോട് ഈ ക്രൂരത ചെയ്തു എന്ന് ചോദിക്കാതെ, ദൈവത്തെ അസഹ്യപ്പെടുത്താതെ, ദൈവത്തെ തള്ളിക്കളയാതെ, ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിക്കാതെ ആ കഷ്ടതയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. സങ്കീർത്തനം ഒറ്റ വാക്യം കൂടി മാത്രം ഒന്ന് വായിക്കാം. 18 അധ്യായത്തിന്റെ 6 വാക്യം. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്നും എന്റെ അപേക്ഷ കേട്ടു. തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന തിരുമുൻപിലെത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഭക്തനെ സംബന്ധിച്ച് കഷ്ടതയുടെ നടുവിൽ ആ സത്യദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരുന്നുവെങ്കിൽ, തീർച്ചയായും ഒരു അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ശാശ്വതമായ പാതയിലൂടെ നമ്മളെ ദൈവം നടത്തും എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാ. അതുകൊണ്ട് കഷ്ടതയിലും പ്രയാസത്തിലും സങ്കടത്തിലും ജയിലിലും അല്ലെങ്കിൽ മരണത്തിന്റെ താഴ്വരകളിലൂടെയും കടന്നു പോകുന്ന ജനം എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ആ പ്രതിസന്ധിയിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. ആ ശക്തനായ ദൈവത്തെ നമ്മൾ എത്രത്തോളം ആശ്രയിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ദൈവത്തിന്റെ വിടുതലും അനുഗ്രഹവും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.